ലൂക്കോസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, വാർത്ത എന്താണെന്ന് വെച്ചാൽ സുരേഷ് കുറുപ്പിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ UDF നീക്കം നടത്തുന്നുണ്ട്. അത് കോൺഗ്രസ് ആണല്ലോ നേരിട്ട് അത്തരമൊരു നീക്കം നടത്തുന്നുണ്ട്. ഏറ്റുമാനൂർ എന്ന് പറയുന്നത് LDFന്റെ ഒരു ശക്തി കേന്ദ്രമായി മാറിയ ഒരു മണ്ഡലമാണ്. അപ്പോൾ കോൺഗ്രസിന് കേരള കോൺഗ്രസ് ജോസഫിന്റെ ഒരു സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് ജയിക്കുവാൻ വളരെ പരിശ്രമിക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു പ്രൈസ് ക്യാച്ചാണ് അവർക്ക്. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു നീക്കം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ, അതുണ്ട്. മഞ്ജുഷ, എനിക്ക് അതിനകത്ത് ആദ്യം പറയാൻ തോന്നുന്നത് സാക്ഷാൽ പിണറായി വിജയനെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ടെന്ന് പറയുന്നതിനേക്കാളും അതിനോട് താരതമ്യപ്പെടുത്തിയുള്ളൂ സുരേഷ് അതായത് കുറുപ്പ് സാർ, ഞങ്ങളെ കുറുപ്പ് സാർ എന്ന് വിളിക്കുന്നത്. എന്റെ നല്ല സുഹൃത്ത് അദ്ദേഹത്തിനെ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു. ഇന്നലത്തെ മാതൃഭൂമിയിലെ ഒരു അതായത് ലേഖനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു വാർത്ത വന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയൊരു എക്സ്ക്ലൂസീവ് വാർത്ത. എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളൊരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ മനസ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നതിനെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ ആ രാഷ്ട്രീയ വ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യണം. കുറുപ്പ് സാറിനെ സംബന്ധിച്ചോളം SFIയിലൂടെ വന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ SFIയുടെ ചെയർമാനായി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനും സൗമ്യനും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കലും ഒരു അധികാരത്തിന് പുറകെ പോവുകയോ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യാതെ ജനങ്ങളുടെ മനസ്സിലൂടെ തന്നെ പലതവണ ലോക്സഭയിലേക്കും 2 തവണ ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കേരളത്തിലെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇത്രയും കാലം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സംഭാവന നൽകുകയും വളരെ സൗമ്യനായ ഒരു രാഷ്ട്രീയക്കാരനായി മുമ്പോട്ട് പോകുന്ന സുരേഷ് കുറുപ്പ് സാറിനെ സംബന്ധിച്ചോളം ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ പെട്ടെന്ന് കോൺഗ്രസ് വേഷധാരിയായി നിയമസഭയിൽ എത്തേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനില്ല. അതാണ് ആ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത. ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു സ്വപ്നമാണ് ഇപ്പൊ നമ്മൾ വിശകലനം ചെയ്യുന്നത്. ആരെങ്കിലും രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ ശ്രീ റെജി ലൂക്കോസ്. സാക്ഷാൽ K കരുണാകരൻ പോലും അദ്ദേഹം ഏറ്റവും എതിർത്തിട്ടുള്ള പ്രസ്ഥാനത്തിന് അനുകൂലമായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നയാളാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ ഉണ്ടായിരുന്ന കാലമാണ്. ഏത് പക്ഷത്താണ് അദ്ദേഹം ഇടയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതൊന്നും രാഷ്ട്രീയത്തിൽ അത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഇത് ഇന്നലത്തെ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഇതിന് മുൻപേ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയിരുന്നു. കാരണം സുരേഷ് കുറുപ്പ് ഇന്നും ഇന്നലെയും അല്ല CPMുമായിട്ട് അകൽച്ച തുടങ്ങിയത്. അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു, അദ്ദേഹം ഒഴിവാക്കപ്പെടുകയായിരുന്നു, സംശയമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ജൂനിയർമാർ പോലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ഇടം നേടിയപ്പോഴും അദ്ദേഹത്തിന് ആ ഇടം കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പാർട്ടിയുമായിട്ട് പിണക്കത്തിലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലത്തെ ലേഖനത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാർട്ടിയെ പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം താങ്കളിലെ ഔദ്യോഗികമായിട്ട് എല്ലാ നേതാക്കളും പറയുന്ന ഒരു കാര്യമാണല്ലോ, അങ്ങനെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശമൊന്നും നടന്നിട്ടില്ല എന്ന്. പക്ഷേ അദ്ദേഹം അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ താങ്കൾ പറയുന്ന പോലെ കുറുപ്പ് സാറ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അല്ല, വളരെ വണ്ടർഫുൾ ആയിട്ടൊരു ചോദ്യമാണ് മഞ്ജുഷ് പേനോട് ചോദിക്കുന്നത്. രാഷ്ട്രീയത്തിൽ അങ്ങനെ നിത്യശത്രുതയോ നിത്യതാവളോ ഇല്ല. രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചുള്ള അവസരങ്ങളുടെ കലയാണ്. പക്ഷെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിത്വത്തോട് മനസ്സിലാണ്. K കരുണാകരനെയും സുരേഷ് കുറുപ്പിനെയും തമ്മിൽ താരതമ്യം ചെയ്തതിലൊന്നും ഒരു അർത്ഥമില്ല. സുരേഷ് കുറുപ്പിനെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. കാരണം K കരുണാകരൻ അധികാരത്തിന് വേണ്ടി അഗ്രസീവായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ്. അവസരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു എന്നുള്ളൊരു വസ്തുതാപരമായ കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുന്ന ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പാരമ്പര്യമോ സ്വഭാവമോ ഉള്ള ഒരു വ്യക്തിയല്ല സുരേഷ് കുറുപ്പ്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ടാണ് ആ വ്യക്തിയെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ താരതമ്യം ചെയ്യാൻ കാരണം. സുരേഷ് കുറുപ്പ്, അതായത് ഇപ്പൊ ഞങ്ങളെ കുറുപ്പ് സാർ എന്ന് പറയുന്നത്, കുറുപ്പ് സാറിനെ സംബന്ധിച്ചോളം കുറുപ്പ് സാർ നിങ്ങൾ പറയുന്നത് ശരിയാണ്. കുറുപ്പ് സാർ ഏത് രാഷ്ട്രീയ കക്ഷി ചേർന്നാലും ജനങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണ്. കേരളത്തിൽ എവിടെ അദ്ദേഹത്തിന് കുറച്ച് വോട്ടുണ്ട്, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ. പക്ഷേ കുറുപ്പെന്ന് പറഞ്ഞ വ്യക്തിത്വം ഒരിക്കലും ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു MLA ആകാൻ ഒരിക്കൽ കൂടി അവസരം കിട്ടാനായിട്ട് തന്റെ രാഷ്ട്രീയ തട്ടകം മാറുമെന്ന് അചിന്തനീയമാണ്. അതാണ് ഞാൻ പറഞ്ഞ കുറുപ്പ് സാർ എന്ന് പറഞ്ഞ ആളുടെ വ്യക്തിത്വം. ഇന്ന് വരെ മഞ്ജുഷ കേട്ടിട്ടുണ്ട് വിവാദപരമായ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പോയി കുറുപ്പ് സാർ തലയിട്ടതായിട്ട്? അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം സംശുദ്ധമായ പൊതുജീവിതം നയിക്കുന്നയാളാണ്. അദ്ദേഹത്തെ വേണമെങ്കിൽ അദ്ദേഹത്തിന് പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താങ്കൾക്ക് അറിയാമല്ലോ, ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അങ്ങനെയൊന്നും പ്രതികരിച്ച് കണ്ടിട്ടുമില്ല. ഏറ്റവും അവസാനം ഈ ഒരു 3-4 മാസം മുമ്പ് അദ്ദേഹം ചില തരത്തിൽ ഒരു പാർട്ടിയുമായിട്ട് അകൽച്ചയാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ അധികാരത്തിന് വേണ്ടി അദ്ദേഹം പോകുന്നുവെന്നല്ല. അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ തന്നെ ആഗ്രഹിക്കുന്നയാളാണ്. അദ്ദേഹം അതൊരു സേവനമായിട്ട് കാണുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന് അഭിഭാഷക വൃത്തിയുണ്ട് അതല്ലാതെ. അപ്പോൾ ഇത് ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യും. അതിനകത്ത് എന്തിനാണ് അത് അദ്ദേഹം ചെയ്യില്ല, അദ്ദേഹം അങ്ങനെ ഒരു തട്ടകത്തിൽ നിന്ന് മറ്റൊരു തട്ടകത്തിലേക്ക് പോവില്ല എന്ന് ഉറച്ചു പറയാനൊന്നും പറ്റില്ല ശ്രീ റെജി ലൂക്കോസ്. മാത്രമല്ല കോൺഗ്രസിൽ നിന്നൊരു നീക്കം അങ്ങനെ നടക്കുന്നുണ്ട് എന്ന കാര്യം വാസ്തവമാണ്. അത് അംഗീകരിക്കാനും അദ്ദേഹത്തിന് മടിയുണ്ടാവുകയില്ല. കാരണം ഞാൻ ഇന്നതാണെന്ന് തെളിയിച്ചു കാണിക്കാൻ അദ്ദേഹത്തിനും ആഗ്രഹം ഉണ്ടാവുകയില്ലേ?
അല്ല, അദ്ദേഹത്തിനെ കോൺഗ്രസ്സുകാർ ക്യാച്ച് ചെയ്യാൻ പോകുന്നു, കോൺഗ്രസ്സുകാർക്ക് അടുത്ത തവണ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ താല്പര്യമുണ്ടെന്നുള്ള പിന്നാമറ വാർത്തകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് കുറെ നാളുകളായിട്ട്. കുറുപ്പ് സാറിനെ സംബന്ധിച്ചോളം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഈ അടുത്ത കാലത്തൊരു എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു മാതൃഭൂമിശാലിന്റെ ഒരു സാംസ്കാരിക സമ്മേളന വേദിയാണ്. എല്ലാ വർഷവും തിരുവനന്തപുരത്ത് നടത്തുക, പുത്തരിക്കണ്ട മൈതാനത്തും നമ്മുടെ ഇവിടെ മ്യൂസിയത്തിനൊക്കെ സമീപമായിട്ട്. അതിൽ അദ്ദേഹമായിട്ടുള്ളൊരു സംഭാഷണമുണ്ട്, അത് കേട്ടിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. നമ്മുടെ CP ജോണെ, സുരേഷ് കുറുപ്പ് സാറെ, പിന്നെ വേറൊരാളുണ്ട്, ഞാൻ പേര് പറഞ്ഞു. അദ്ദേഹത്തിനോട് ആ കാര്യത്തിൽ ചോദിക്കുമ്പോൾ രാഷ്ട്രീയത്തിലെ സൗഹൃദങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിനോട് ഈ കാര്യം കുത്തി ചോദിക്കുന്നുണ്ട് ആ ആങ്കർ. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ സരസന. പുള്ളി പറഞ്ഞത്, ഞാൻ നിശബ്ദമായ രീതിയിൽ വലിയ വെള്ളമൊന്നും ഇല്ലാതെ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്, ആ ശൈലി തന്നെ ഞാൻ അങ്ങനെ മുമ്പോട്ട് പോകുന്നു പറയുന്നതിനകത്ത് എല്ലാ അർത്ഥങ്ങളും ഉണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫെസ്റ്റിവൽ പറഞ്ഞ അദ്ദേഹം ഫെസ്റ്റിവൽ അത് ഐ എം സോറി, ഐ എം അബ്സല്യൂട്ട്ലി സോറി, നോട്ട് ഫെസ്റ്റിവൽ. അത് ശരി, എനിക്ക് വാക്ക് പറ്റി, വിഷമിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു സുരേഷ് കുറുപ്പിനെ സംബന്ധിച്ചാൽ, ഞാൻ സുരേഷ് കുറുപ്പ് എന്നുള്ള വ്യക്തിയെ അങ്ങനെ ഒരാളായതുകൊണ്ടാണ് ഞാനിത് ഇത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് ഇതിൽ വാദം ഉന്നയിക്കുന്നത്. കാരണം അദ്ദേഹം ഒരിക്കലും അത് തന്നെയല്ലേ നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം പറയാം. അദ്ദേഹം ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് കോട്ടയത്ത് നിന്ന് മത്സരിച്ച് എത്തുമ്പോൾ അതൊരു വലിയ തരംഗത്തിനിടയ്ക്ക് പോലും, ഒരു വലതുപക്ഷ തരംഗത്തിനിടയ്ക്ക് പോലും ജയിച്ച് ലോക്സഭയിൽ എത്തിയപ്പോൾ രാജീവ് ഗാന്ധി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ എന്റെ പാർലമെന്റ് ജീവിതത്തിൽ രാജീവ് ഗാന്ധി ഒരു പുതുമുഖമാണ്, അദ്ദേഹത്തിന്റെയും പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞാൽ ഇത്രയ്ക്കും മനോഹരമായ രീതിയിൽ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രസംഗിക്കുകയും മാന്യമായി ഇടപെടുകയും ചെയ്ത ഒരു യുവ MP ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്ര നാളായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയാലോ, അത് വളരെ പ്രശസ്തമായ വാചകമായിരുന്നു. കേരളത്തിൽ ഒരുപാട് തവണ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള പാരമ്പര്യമുള്ള സുരേഷ് കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം VN വാസവനെതിരെ അടുത്ത തവണ UDF സ്ഥാനാർത്ഥി വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം സുരേഷ് കുറുപ്പ് ഒരിക്കലും തന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കളങ്കം വരുത്തി വെക്കാൻ, ഇതുവരെ അദ്ദേഹം നേടിയെടുത്തിരിക്കുന്ന പേഴ്സണാലിറ്റിയെ വയലേറ്റ് ചെയ്തുകൊണ്ട് വരാൻ അദ്ദേഹം തയ്യാറായില്ലെന്നാണ് എന്റെ ഉത്തമ വിശ്വാസം. പിന്നെ ഇപ്പൊ നേരത്തെ പഞ്ചുഷ എന്നോട് ചോദ്യം ചോദിച്ചു, രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയത്തെ കളം മാറ്റി ചവിട്ടുന്ന ഒത്തിരി പേരുണ്ട്. വലത്തും ഇടത്തും BJP യിലൊക്കെ ആയിട്ട് കളം മാറി അവസരങ്ങൾ തേടിപ്പോകുന്ന ഒരാളുണ്ട്. അങ്ങനെ അവസരങ്ങൾ തേടിപ്പോകുന്ന ഒരു വ്യക്തിയല്ല സുരേഷ് കുറുപ്പ്. ശരി. പക്ഷേ താങ്കളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു തീരുമാനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് താങ്കൾ പ്രതീക്ഷിച്ചോളൂ. പക്ഷെ അങ്ങനെ ഉണ്ടാകില്ല എന്ന് തീർത്ത് പറയുവാനും കഴിയുകയില്ല. ശ്രീ റെജി ലൂക്കോസ്, നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. ശ്രീത്ത്, ഇതാണ് ഈ കുറുപ്പായതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുകയില്ല എന്നാണ് പ്രതികരിക്കുന്നത് പറയുന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ കഴിയുകയുമില്ലല്ലോ. ഇപ്പോൾ ജില്ലാ ഘടകത്തിൽ നിന്ന്, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിക്കോളൂ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് കേട്ടിരുന്നു, തന്നേക്കാൾ ജൂനിയറായ ആളുകൾ മുകൾ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ താഴെ ഇങ്ങനെ ഇരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമാക്കേണ്ടത് പാർട്ടിയാണെന്ന്. അപ്പോൾ പാർട്ടിയിലൊരു അവഗണന തനിക്കുണ്ട് എന്നുള്ള കാര്യം കുറുപ്പ് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ കുറുപ്പ് ഇങ്ങനെ ഏറ്റുമാനൂരിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചാൽ വലിയ അത്ഭുതം കാണേണ്ടതില്ലല്ലോ അതിൽ. തീർച്ചയായും ഒരു മഞ്ജുഷ, ഒരുപക്ഷെ ഈ കുറുപ്പിനെ അറിയുന്നവർ, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പൊതു ഇമേജ് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു വേദന ഉണ്ടായിട്ടുണ്ട് CPM എന്നുള്ളത് തന്നെയാണ്, ഒരു അവഗണന ഉണ്ടായിട്ടുണ്ട് CPM എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വേദന സുരേഷ് കുറുപ്പിന് ഉണ്ടായിട്ടുണ്ട്, പല ഘട്ടത്തിലും അതുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരം വേദനകൾ സ്വാഭാവികമായും മനുഷ്യരെ കൊണ്ട് പല തീരുമാനങ്ങളിലേക്ക് എടുപ്പിക്കും. ഇത്തരം സാധ്യതകൾ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ കരുനീക്കം നടത്തിയിട്ടുള്ളത്. അതൊരു പടി കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ജോസഫ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചർച്ച അടക്കം പൂർത്തിയാക്കിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കേവലം കുറുപ്പിന്റെ ആദ്യമേ വന്നു കഴിഞ്ഞാൽ പിന്നീട് ജോസഫ് ഗ്രൂപ്പിനോടൊരു ചർച്ചയുടെ പ്രസക്തി ഇല്ലല്ലോ. സ്വാഭാവികമായും ഇങ്ങനൊരു ജില്ലാ കമ്മിറ്റിയിൽ നടക്കം മാറി നിൽക്കാൻ ഒരു തീരുമാനം എടുത്തുകൊണ്ട് കുറുപ്പ് കഴിഞ്ഞ കുറെ കാലങ്ങളായി മാറി നിൽക്കുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുന്നോട്ട് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മഞ്ജുഷ, തീർത്തു പറയാം, ഇതിൽ കോൺഗ്രസ് വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് കുറുപ്പിനെ ഏറ്റുമാനൂരിൽ VN വാസവനെതിരെ മത്സരിപ്പിക്കാൻ. അതല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി നിന്നു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ ഇനിയിപ്പോ ഒരു UDF തരംഗമാണെങ്കിൽ പോലും VN വാസവനെ തോൽപ്പിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് തന്നെ അവർ കണക്കാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് എണ്ണിപ്പറക്കി സീറ്റുകൾ എടുത്തുകൊണ്ട് വേണം ഒരു വലിയ തരംഗമല്ലെങ്കിൽ നിയമസഭ പിടിക്കാൻ. ആ ഒരു സാഹചര്യമാണുള്ളത്. അവിടെയാണ് ഇത്തരം സൂക്ഷ്മമായ ചില ഓപ്പറേഷൻസ്, VD സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിസ്മയകരമായ മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ കേവലം പാർട്ടികളെ അടർത്തിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല, പാർട്ടിയിലെ പല നേതാക്കന്മാരെ ഉൾപ്പെടെ അടർത്തിയെടുത്തുകൊണ്ട് ജയിക്കുക,
മണ്ഡലങ്ങൾ പിടിക്കുക, നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ജയിച്ചു കയറുക എന്നുള്ള തന്ത്രം തന്നെയാണത്. അതിന്റെ ഭാഗമായാണ് ഈ ചർച്ച മുന്നോട്ട് പോകാതിരിക്കുന്നതിന് മറ്റൊരു ഘടകം കൂടിയുണ്ട്. പോകാതിരുന്നാൽ അതിനൊരു കാരണം, ഇനി കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് എത്തിയാൽ ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം കോൺഗ്രസിന് ഉണ്ടാവുകയില്ല അല്ലേ? ഇതൊരു മുന്നോട്ട് പോകാതിരിക്കാൻ ഈ ഒരു ഘടകം മാത്രമേ ഉള്ളൂ അവിടെ അല്ലേ? തീർച്ചയായും അത് മാത്രമേ ഉള്ളൂ. അതായത് അതിൽ പ്രധാനപ്പെട്ടതായുള്ളത് ഇപ്പോഴും കേരള കോൺഗ്രസ് പൂർണ്ണമായി വരുമെന്ന് കോൺഗ്രസും വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അതിൽ ചില നേതാക്കളെയെങ്കിലും, അതായത് ജോസ് കെ മാണി വിഭാഗം തുറന്നു പറയുന്നത്, ഇപ്പോൾ കത്തോലിക്ക സഭയിലെ അച്ഛന്മാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പുറത്തേക്ക് എത്തണമെന്ന് പറയുമ്പോൾ പോലും ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ അത് തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഫലത്തിലുള്ളത്. അതായത് ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കാൻ എന്തായാലും ജോസ് കെ മാണി തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്പോഴും അവിടെ നിന്ന് ചിലരെ അടർത്തിയെടുക്കുക എന്നുള്ള തന്ത്രം തന്നെയായിരിക്കും കോൺഗ്രസ് പയറ്റുക. അത് ആരൊക്കെ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ ഇനിയും ചർച്ചയായി പുറത്തു വരേണ്ട വിവരങ്ങൾ മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ന്യൂസ് 8 ഇന്ന് പുറത്തുവിട്ടത്. ശ്രീജിത്താണ് ആ വാർത്ത നൽകിയത്. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്വതന്ത്രനായിട്ട് സുരേഷ് കുറുപ്പിനെ മത്സരിക്കുവാനുള്ള നീക്കം കോൺഗ്രസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇപ്പോൾ അതിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുകയാണ്. സുരേഷ് കുറുപ്പ് ഇന്നലെ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനം കൂടി വെച്ച് നോക്കുമ്പോൾ ഈ നീക്കം കോൺഗ്രസ് കൂടുതൽ സജീവമാക്കുകയാണ്. 1984 ഇന്ദിരാ തരംഗത്തിൽ CPM-ലെ പ്രഗത്ഭർ പോലും LDF-ലെ പ്രഗത്ഭർ പോലും തോറ്റ് തുന്നം പാടിയ സമയത്തായിരുന്നു സുരേഷ് കുറുപ്പ് UDF-ന്റെ കോട്ടയത്ത് അത്ഭുതങ്ങൾ കാട്ടി MP ആയി വന്നത്. അതിനുശേഷം 3 തവണ കൂടി അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2 തവണ ഇതേ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം MLA ആയി. അപ്പോൾ പാർട്ടിക്ക് അതീതമായിട്ട് അദ്ദേഹത്തിന് അവിടെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ സാധ്യതകൾ ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടി കോൺഗ്രസിനുണ്ട്. അതിനാൽ VN വാസവനെ നേരിടാൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പിനെ കളത്തിലിറക്കുവാനാണ് കോൺഗ്രസ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇതിന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടാകുവാനും സാധ്യതയില്ല. അവർക്ക് പകരം ഒരു സീറ്റ് നൽകിയാൽ മതിയാകും. ഈ വാർത്തയാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇടവേളയ്ക്ക് ശേഷം